ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ കൈകൂപ്പി പറയാം, നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടരുത്. പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യവും നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ കൊണ്ടിടരുത്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ ഭൂജാതനായി. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അവന്റെ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത്. നെഗറ്റീവ് കമന്റ്സിന് നിങ്ങൾ മറുപടി പറയരുത്. ആരെങ്കിലും നിങ്ങളെ നോക്കി കുറ്റം പറഞ്ഞാൽ, കുറ്റം ആരോപിച്ചാൽ, നിങ്ങളെ നോക്കി എന്തെങ്കിലും അപവാദങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ നിങ്ങൾ മെനക്കെടരുത്. കാരണം നിങ്ങളെ വിളിച്ചത് ഈ ലോകമല്ല, ഈ കുറ്റം പറയുന്നവരല്ല. നിങ്ങളെ വിളിച്ചത് സ്വർഗസ്ഥനായ പിതാവ് ആണ്. ആ ദൈവത്തിൽ നിങ്ങൾ ശരണപ്പെടുന്നുവെങ്കിൽ സ്വർഗം നിങ്ങളെ വിളിക്കുന്ന പേരതാണ്. ലോകം വിട്ട പേരല്ല, അപ്പനിട്ട പേരല്ല, അമ്മ വിളിച്ച എല്ലാ പേരല്ല, ലോകം വിളിച്ച പേരല്ല. ദൈവം നിന്നെ നോക്കി വിളിക്കുന്ന പേര്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ വിളി കേട്ട ഗിദെയോൻ ഒരു കാര്യം മനസ്സിലായി, ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു. അവിടെ ദൈവത്തിന് അവൻ എന്ത് ചെയ്തു? ദൈവത്തിനായിട്ട് വേണ്ടുന്ന യാഗങ്ങളെ അർപ്പിച്ചു. ആ സ്ഥലത്തിന് അവൻ പേരിട്ടത് യഹോവ ശാലോം എന്നാണ്. ഈ ജൂൺ മാസം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, യഹോവ ശാലോം, യഹോവ ശാലോം, യഹോവ ശാലോം. നിങ്ങളുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവത്തിന്റെ സമാധാനം വ്യാപരിക്കട്ടെ. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തോടു കൂടി ജീവിക്കാനാണ്. മരിപ്പാനല്ല ദൈവം നമ്മെ വിളിച്ചത്, മറ്റുള്ളവരുടെ കുറ്റം പറയാനല്ല നമ്മെ വിളിച്ചത്. ദൈവം നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഈ പുതിയ മാസത്തിന്റെ പുതിയ ദിവസത്തിൽ ദൈവത്തിന്റെ സമാധാനം യഹോവ ശാലോം നിങ്ങളുടെ ശുശ്രൂഷകളുടെയും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.